റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങല അല്പസമയത്തിനകം നടക്കും. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയാണ് മനുഷ്യച്ചങ്ങല. കാസർഗോഡ് എ റഹീം ആദ്യ കണ്ണിയാകും. ഇ.പി. ജയരാജൻ രാജ്ഭവന് മുന്നിൽ അവസാന കണ്ണിയുമാകും. ഇനിയും സഹിക്കണമോ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. 20 ലക്ഷത്തോളം പേർ യുവജനങ്ങൾ ഇതിൽ അണിനിരക്കും. അത്ര തന്നെ മറ്റ് വിഭാഗത്തിൽ നിന്നുള്ള ജനങ്ങളും അണിനിരക്കും എന്നാണ് ഡിവൈഎഫ്ഐ പ്രതീക്ഷിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം കേന്ദ്രത്തിനെതിരെ ഉയർത്തുകയാണ് ലക്ഷ്യം. ഏതാണ്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പല വിധത്തിലുള്ള പ്രചരണ പരിപാടികൾക്കും കേന്ദ്ര അവഗണന തുറന്നു കാട്ടുന്ന പലതരത്തിലുള്ള പ്രതിഷേധ രൂപങ്ങൾക്കും ഒടുവിലാണ് ഈ രീതിയിലുള്ളൊരു മനുഷ്യച്ചങ്ങല കൂടി സംഘടിപ്പിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം മനുഷ്യച്ചങ്ങലയുടെ ട്രയൽ നടക്കും. അതിനുശേഷം 5 മണിക്കാണ് മനുഷ്യച്ചങ്ങല തീർക്കുക. വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം കാസർഗോഡ് നിന്ന് KV ബൈജു ആണ് നമുക്കൊപ്പം ചേരുന്നത്. ബൈജു, കാസർഗോഡ് നിന്ന് ആണ് തുടക്കം. ആദ്യ കണ്ണി അഖിലേന്ത്യാ അധ്യക്ഷൻ എ റഹീമാണ്. എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർണ്ണമാണോ? ട്രയൽ തുടങ്ങിയോ? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? മാറിയിരിക്കുന്നു. വൻമതിലായി ഈ സമരത്തിന്റെ തുടക്കം തന്നെ മാറുകയാണ്. ഈ സമരത്തിൽ രേണുക, ഇപ്പോൾ ട്രയൽ ആരംഭിച്ചിരിക്കുന്നു. നമുക്ക് എന്റെ പിന്നിൽ കാണാം. അതാ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇവിടെ നിന്നാണ് തിരുവനന്തപുരം രാജ്ഭവനിലേക്കുള്ള ഈ സമരത്തിന്റെ ഈ പ്രക്ഷോഭ പരിപാടിയുടെ തുടക്കം. എ റഹീം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എ റഹീമാണ് ഇവിടെ ആദ്യ കണ്ണിയാവുക. കാസർഗോഡ് ജില്ലയിൽ 46 കിലോമീറ്ററാണ് ദൈർഘ്യമുള്ളത്. ഒപ്പം രാജ്ഭവനിലേക്ക് 651 കിലോമീറ്ററും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെ നമുക്ക് ഇവിടെ കാണാം. ഈ കാണുന്നതാണ് വേദിയിലാണ് ഈ പരിപാടിയുടെ തുടക്കം. ഇപ്പോൾ എ റഹീം ഇവിടെ കാണാം. അതുപോലെ തന്നെ ഒപ്പം സിനിമാ താരങ്ങളുണ്ട്. നിരവധി പല മേഖലകളിൽ നിന്നുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും 1 ലക്ഷത്തോളം പേർ കാസർഗോഡ് ജില്ലയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പരിപാടി അല്പസമയത്തിന് തുടങ്ങും. ഇപ്പോൾ ട്രയൽ ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ നിന്നും ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനാണ്, കാസർഗോഡ് തളങ്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. ഇവിടെ നിന്നും ആരംഭിച്ച് രാജ്ഭവനിലേക്ക് ആണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. എന്തായാലും എ റഹീമിനെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ആദ്യ കണ്ണിയായി എ റഹീം, തൊട്ടടുത്തായി MP ബാലകൃഷ്ണൻ മാഷ് നടന്നിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറിയാണ്, CPM-ന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയാണ്. CH കുഞ്ഞിമോൻ MLA, KP സതീഷ് തുടങ്ങിയ നേതാക്കളും നമുക്ക് ഈ വേദിയിൽ കാണാം. എന്തായാലും എല്ലാവരും ട്രയൽ കൃത്യം 5 മണിക്ക് തന്നെ അതിനുശേഷം തീർച്ചയായും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ ഞാൻ ബൈജുവിലേക്ക് എത്താം. അവിടെ അനൗൺസ്മെന്റ് നടക്കുന്നത് കൊണ്ട് തന്നെ ബൈജുവിന്റെ ശബ്ദം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവിടെ ട്രയൽ നടക്കുകയാണ് എന്നതാണ് സൂചിപ്പിച്ചത്. എ റഹീമാണ് ആദ്യ കണ്ണിയാകുന്നത്. ഇപ്പോൾ